നമ്മുടെ പാപങ്ങൾക്ക് തൻ്റെ പുത്രനെ പരിഹാരമായി നൽകിയ പിതാവായ ദൈവത്തിന് സ്തോത്രം. തൻ്റെ രക്തം നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി ഒഴുക്കിയ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഏവർക്കും ആദരവോടെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമുക്കൊരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ദൈവവചന പഠനത്തിനായി എല്ലാ ദിവസവും കൂടി വരുവാൻ കർത്താവ് കൃപകൾ തരുന്നല്ലോ, മനസ്സും അവസരവും നൽകുന്നല്ലോ. ആയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. നിങ്ങൾ സമയത്തെ വേർതിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ ഉള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് ചിലവഴിക്കുന്ന സമയങ്ങളൊക്കെ നിത്യതയ്ക്ക് മുതൽക്കൂട്ടായി തീരട്ടെ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കർത്താവിന് സ്തോത്രം. വേഗത്തിൽ നാം തിരുവെഴുത്തുകളിലേക്ക് കടക്കുന്നു. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഇന്നലെ രാത്രി എവിടെയാണ് നിർത്തിയതെന്ന്. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തെ അധികരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിക്കുന്നത്. അവിടെ പല കാര്യങ്ങൾ പറയുന്നെങ്കിലും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിലുള്ള നമ്മുടെ പരിചയം, ക്രിസ്തുവിൽ നാം ആരാണ്, ക്രിസ്തുവിൽ നമ്മുടെ സ്വത്വം എന്ത് എന്നുള്ളതാണ്. ആ വാക്യത്തിൽ 3-ാം അധ്യായം, എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നാം നോക്കുന്നത്. ഒരിക്കൽ കൂടെ ദൈവവചനം വായിച്ച് നമുക്ക് തുടങ്ങാം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും. സ്തോത്രം. അപ്പോസ്തോലൻ ഇവിടെ യേശുവിനെ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുകയാണ്. അതിനു മുമ്പ് നമ്മെ സംബോധന ചെയ്യുന്നു. വിശുദ്ധ സഹോദരന്മാർ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ. അതിൽ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ എന്ന ഭാഗമാണ് നാം ഇന്നലെ രാത്രിയിലും ചിന്തിച്ചു കൊണ്ടിരുന്നത്. നമുക്ക് ഓർമ്മ കാണുമല്ലോ, ദൈവം നമ്മെ വിളിച്ച ലക്ഷ്യങ്ങളെക്കുറിച്ചായിരുന്നു നാം ഇന്നലെ രാത്രിയിൽ ചിന്തിച്ചത്. സ്തോത്രം. 5-6 കൂട്ടം കാര്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ നാം ചിന്തിച്ച് നിർത്തിയത്. സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എന്ന് കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ പറയുന്ന വാക്യം നമ്മൾ വായിച്ചുകൊണ്ടാണ് ആ ഭാഗത്തിന് വിരാമം കുറിച്ചത്. ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ച ഭാഗങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുള്ളതുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. അതുപോലെ പാസ്റ്ററെ ഇന്നലെ പറഞ്ഞ ഇച്ചിരി പുറകില എല്ലാ പ്രസംഗകരും 2-3 മണിക്കൂർ പ്രസംഗിക്കുന്ന യോന മത്സ്യത്തിന്റെ വയറ്റിൽ 3 ദിവസം കിടന്ന പോലെ മനുഷ്യപുത്രനും കിടക്കണമെന്നും പറഞ്ഞ് 3 മണിക്കൂറാണ് പ്രസംഗിക്കും. അന്നേരം അത് നമ്മളെ കമ്പാരിസൺ എങ്ങനെയാ? ഒരു വശത്ത് ദൈവത്തെ അനുസരിക്കാതിരുന്ന ഒരു മനുഷ്യനെ കമ്പാരിസനെ എങ്ങനെയാ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് അവിടെ? നല്ല ചോദ്യം. അവിടെ
നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ യോന ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടു, അല്ലെങ്കിൽ യോനായെ ദൈവം ഉപയോഗിച്ചു, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായിട്ട് ഉപയോഗിച്ചു. അവിടെ ഇന്നലെ പറയാതിരുന്നതും പണ്ട് പറഞ്ഞിട്ടുള്ളതുമായ ഒരു കാര്യവും കൂടെ ഈ ചോദ്യത്തോടുള്ള ബന്ധത്തിൽ ഉദ്ധരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെയോ ശുശ്രൂഷയുടെയോ ലോകപ്രകാരമുള്ള റിസൾട്ട് അഥവാ ഫലം നോക്കിയല്ല വിജയം തീരുമാനിക്കുന്നത്. അതായത് വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന ശുശ്രൂഷകന്മാരെ തന്നെ, യോന ഉൾപ്പെടെയുള്ള ശുശ്രൂഷകന്മാർ, നമ്മുടെ പുതിയ നിയമഭാഷയാണ് ഈ ശുശ്രൂഷകന്മാർ, അവിടെ പ്രവാചകന്മാരെന്നാണ് പറയുന്നത്. ശുശ്രൂഷകന്മാരെ നോക്കിയാൽ, ഫലം നോക്കിയാൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ പേരെ ദൈവത്തിങ്കിലേക്ക് തിരിച്ച വ്യക്തി, പ്രവാചകൻ, പ്രസംഗകൻ, ശുശ്രൂഷകൻ ആരാണ്? ഈ പറയുന്ന യോന തന്നെയാണ്. ഏറ്റവും കൂടുതൽ പേരെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചുവിട്ട മനുഷ്യൻ, ശുശ്രൂഷകൻ യോനയാണ്. 1,20,000 പേര്. പത്രോസ് പ്രസംഗിച്ചപ്പോൾ 3,000, പിന്നീട് 5,000. പിന്നെ അത്രയും വലിയ സംഘമൊന്നും രക്ഷിക്കപ്പെട്ടതായിട്ട് തിരുവെഴുത്ത് പറയുന്നില്ല. സഭകൾ സ്ഥാപിതമായി പല സ്ഥലങ്ങളിലും, പത്രോസിനാലും പൗലോസിനാലും ബർന്നബാസിനാലും ഒക്കെ. എന്നാലും ഇത്ര വലിയ ഒരു സംഘം രക്ഷാനുഭവത്തിലേക്ക് വന്നതായി നമ്മൾ കാണുന്നില്ല. 1,20,000 പേർ ഒറ്റ പ്രസംഗം കൊണ്ട് യോന നേടി. അപ്പൊ യോന ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയാൽ ജനം മാനസാന്തരപ്പെട്ടു എന്നുള്ളതിനാൽ വിജയത്തെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ യോനയെ പിന്നെ എവിടെയും കാണുന്നില്ല. എന്നാൽ ഇതേപോലെ തന്നെ ഇതിൻ്റെ ഒരു മറുഭാഗം, റിസൾട്ട് നോക്കിയാൽ അല്ലെങ്കിൽ ഫലം നോക്കിയാൽ ഏറ്റവും പരാജിതനായ ശുശ്രൂഷകൻ ആരാണ്? ഫലം നോക്കിയാൽ അല്ല. ജെറമായ. ആഹാ, സ്തെഫാനോസ്. അല്ല. മോസസ് നോ. ഹോശയ നോ നോ നോ. ഹഗായ്. നോ. നോഹ ഏതാണ്ട് 100 വർഷത്തോളം പ്രസംഗിച്ചു. ഒറ്റ ഒരാളിനെ പോലും നേടാൻ തനിക്ക് പറ്റിയില്ല. സ്തെഫാനോസൊക്കെ ഒരൊറ്റ പ്രസംഗമല്ലേ പ്രസംഗിച്ചുള്ളൂ. പക്ഷേ ഈ നോഹയെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത് നീതിപ്രസംഗിയായ നോഹ എന്നാണ്. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് നോഹയെ നീതിമാൻ എന്ന ഗണത്തിൽപ്പെടുത്തിയ, ദാനിയേലിലല്ല, യഹസ്കേലിൽ.
അപ്പോൾ പറഞ്ഞു വന്നത്, ദൈവം നമ്മെ ഉപയോഗിച്ചു, നമ്മുടെ ശുശ്രൂഷയാൽ മറ്റുള്ളവർ രക്ഷിക്കപ്പെട്ടു. ഇതൊന്നും ദൈവപ്രസാദത്തിൻ്റെ അടയാളങ്ങളല്ല. ദൈവപ്രസാദത്തിൻ്റെ അടയാളങ്ങളല്ല. ദൈവം അതൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ആരെ കൊണ്ട് വേണമെങ്കിലും ചെയ്യിക്കും. ഇവിടുത്തെ ചോദ്യം, അങ്ങനെയുള്ള ഒരാളിൻ്റെ ഉദാഹരണം യേശുക്രിസ്തു തനിക്കായിട്ട് തന്നെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതിന് ദോഷമൊന്നുമില്ല. അവിടെ ഈ പറയുന്ന യോനായുടെ കടലാനയുടെ വയറ്റിൽ കഴിച്ച 3 ദിവസങ്ങൾ അതറിയാവുന്ന ഒരു ജനത്തോട്, അത് നന്നായി പഠിച്ചിട്ടുള്ള ഒരു യഹൂദ സമൂഹത്തോട് മാർമികമായി, തെളിവോടെയല്ല, മാർമികമായി യേശുക്രിസ്തു തൻ്റെ മശിഹാത്വത്തിൻ്റെ അടയാളം പറഞ്ഞു കൊടുത്തതു. അങ്ങനെ പിന്മാറിപ്പോയതോ ദൈവത്തോട് മത്സരിച്ചതോ കോപിച്ചതോ ഒക്കെയായ ഒരാളിൻ്റെ ഉദാഹരണം ഇവിടെ പറയുന്നതിൽ നമുക്ക് മറ്റു ദോഷമൊന്നും പറയാനില്ല. അദ്ദേഹം ആത്യന്തികമായും പിന്മാറിപ്പോകുന്നതിന് മുൻപുള്ള അവസ്ഥയെക്കുറിച്ചാണ്. മറ്റൊരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ, യേശുക്രിസ്തു തന്നെ പറഞ്ഞ മറ്റ് 2 കാര്യങ്ങൾ ഇതുപോലെയുണ്ട്. 2-ലധികമുണ്ട്, 2 എണ്ണം എടുത്തു പറയാം. ഓക്കെ. Here the question was, if Jonah was rejected from the presence of God because of his stubbornness and rebelliousness, as we discussed yesterday, why did Jesus take his example for comparing Jesus' resurrection? As when Jesus said, you will get a sign of Jonah, as he spent 3 days and 3 nights in the belly of the fish, Son of Man also will be 3 days and 3 nights in the belly of the earth. So if that person was rejected or he did not come back, why did Jesus use his example? This is the question. So the answer was, it is possible to take an example from anyone's life. For example, Jesus himself said, Jesus himself took the example more than once from the life of Solomon, King Solomon. യോനായുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത ഉദാഹരണം പോലെ വീഴ്ച ഭവിച്ച മറ്റുള്ളവരുടെയും കാര്യങ്ങൾ യേശു കർത്താവ് തന്നെ തന്നോടുള്ള ബന്ധത്തിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, ശലോമോൻ രാജാവ്. മത്തായി 6-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് വയലിലെ താമര അല്ലെങ്കിൽ പുഷ്പങ്ങളെ നോക്കാൻ ശലോമോൻ തൻ്റെ മഹാപ്രതാപത്തിൽ അതിലൊന്നിനെ പോലെ പോലും ചമഞ്ഞിരുന്നില്ല. മറ്റൊരിടത്ത് യേശു കർത്താവ് പറഞ്ഞു, ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ.
തെക്കേ രാജ്ഞി ശലോമോനെ കാണാൻ ചെന്നതിനെ കുറിച്ച് പറഞ്ഞേ. നമുക്ക് വ്യക്തതയോടെ അറിയാം, ശലോമോന്റെ തുടക്കം നല്ലതായിരുന്നെങ്കിലും അവസാനം വളരെ പതറ്റിക് ആയിരുന്നു. സോളമൻ began well, but his end was so destructive and pathetic. He went away from the Lord. He built up temples for multiple gods and goddesses to please his wives. He went down to Egypt. He purchased horses. All these were just breaking of commandments given to Israelites. So the Bible clearly says the downfall of Solomon. Honestly, those things are reported in the Bible. But Jesus took example from his life just to make the people understand, because the audience of Jesus were well aware of these things. And therefore, Jesus took examples from their lives and shared. It was not actually a comparison of Jesus' personality with that of Jonah. യേശുക്രിസ്തുവിൻ്റെ ശ്രോതാക്കൾക്ക് വളരെ നന്നായി അറിയാമായിരുന്ന, പരിചയമുണ്ടായിരുന്ന കഥാപാത്രങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് യേശു ഉപയോഗിച്ചെന്നേ ഉള്ളൂ. യോനായുമായിട്ട്, യോനായുടെ വ്യക്തിത്വവുമായിട്ട്, യോനായുടെ ആളത്വവുമായിട്ട്, യോനായുടെ സ്വഭാവവുമായിട്ട് യേശുക്രിസ്തു തന്നെ ഉപമിച്ചില്ല. ഒരു യാഥാർത്ഥ്യം, ആ മനുഷ്യൻ ഇനി എത്ര പിന്മാറിപ്പോയാലും കടലാനയുടെ വയറ്റിൽ 3 ദിനരാത്രങ്ങൾ കഴിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ മാത്രം എടുത്തുവെന്നേ ഉള്ളൂ. അതിനകത്ത് അപാകതകളില്ല. അത് യേശു കർത്താവ് ചെയ്തിട്ടുണ്ട്. ശലോമോന്റെ, ശെബാരാജ്ഞിയുടെ ഒക്കെ കഥകളിൽ നിന്ന്. ഓക്കെ പാസ്റ്ററെ, താങ്ക് യു. ഓക്കെ ഓക്കെ അപ്പച്ച. മറ്റെന്തെങ്കിലും? ശരി, ഒന്നുമില്ല എങ്കിൽ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ എന്ന ഭാഗം നമുക്ക് വിടാം, ഉപസംഹരിച്ചുകൊണ്ട്. ഓഹരിക്കാർ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ. സ്തോത്രം. അപ്പം നമ്മൾ പങ്കാളികൾ, ഓഹരിക്കാർ, പാർട്ടേക്കേഴ്സ്, പങ്കാളികൾ. ആരോട് കൂടെ പങ്കാളികൾ എന്നാണ് അവിടുത്തെ അർത്ഥം? സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഹരി, നമ്മുടെ പങ്കാളിത്വം ആരുമായിട്ടാ? യേശു കർത്താവുമായിട്ട്. വേറെ ആരോ എന്തോ പറഞ്ഞായിരുന്നല്ലോ? സ്വർഗീയനോട്. ഓക്കെ, വൊക്കാബുലറി മാറിയെന്നേ ഉള്ളൂ, രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെ. യേശു കർത്താവിനോട്, സ്വർഗീയനോട്. പടൻ Holy brothers and sisters. Holy brothers and sisters. Okay. സ്തോത്രം. നമുക്കറിയാവുന്ന മനഃപ്പാഠമായിട്ടുള്ളൊരു വാക്യമുണ്ട്.
കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ ഒരു കാര്യം അപ്പോസ്തലൻ വ്യക്തമാക്കുന്നുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് 12. പറയുമ്പോൾ പറയുന്നു, Giving thanks unto the Father which hath made us meet to be partakers of the inheritance of the saints in light. സ്തോത്രം. നമ്മൾ പാട്ട് പാടാറുണ്ട്, തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്ത് അവകാശം ഞാനും പ്രാപിപ്പാൻ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിന് നമ്മെയും പ്രാപ്തരാക്കി. സ്തോത്രം. അപ്പോൾ ആരോടുകൂടെയാണ് ഈ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓഹരി ആരോടൊപ്പമാണ്? വിളിക്കപ്പെട്ട എല്ലാ വിശുദ്ധന്മാരോടും ഒപ്പം. വിളിക്കപ്പെട്ട എല്ലാ വിശുദ്ധന്മാരോടുമൊപ്പം. നമ്മൾ പറഞ്ഞ 2 ഉത്തരങ്ങളും ശരിയാണ്. ഒന്നാമത്തേത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. വിശുദ്ധന്മാരോട് കൂടെ നമുക്ക് പങ്കുതന്ന ദൈവം. കഴിഞ്ഞ ദിവസവും നമ്മൾ എഫേസ്യ ലേഖനം 2:19 നിന്നും കണ്ടിരുന്നു, നാം ഇന്ന് വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാണ്. സ്തോത്രം. സഹപൗരന്മാർ. ഇവിടെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ. അപ്പോൾ വിളിക്കപ്പെട്ട എല്ലാവരോടും കൂടെ നമുക്കും പങ്കു തന്നു. അതിനെയാണ് പൗലോസ് പറഞ്ഞത്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിന് നമ്മെ പങ്കാളികളാക്കി തീർത്തു. സ്തോത്രം. എഫേസ്യ ലേഖനം 3:6 വാക്യവും കൂടെ, എഫേഷ്യൻസ് 3:6. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൻ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. ജാതികൾ 3 കാര്യങ്ങൾ ആകണം. എന്തൊക്കെ? ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിൻ പങ്കാളി. അതിൽ ഒന്നാമത്തെയും മൂന്നാമത്തേതും നോക്കിക്കാട്ടെ. ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികൾ. ആരോട് കൂടെ? സ്തോത്രം. There Paul is urging to a Gentile church. നമുക്കറിയാം, എഫേസോസിലെ സഭയ്ക്കകത്ത് യഹൂദന്മാരും ജാതികളും ആയിട്ടുള്ള വിശ്വാസികൾ ഉണ്ടായിരുന്നു. കൂടുതലും ജാതികളിൽ നിന്നും വന്നവരാ.
എഫെസോസിലെ സഭ തുടങ്ങിയത് ഒരുപക്ഷെ യഹൂദന്മാരെ കൊണ്ടാണ്. പൗലോസ് അവിടെ ചെല്ലുമ്പോൾ ആക്ട്സ് 19 അപ്പോസ്തല പ്രവൃത്തികൾ 19-ാമത്തെ അധ്യായത്തിലാണ് എഫെസോസിലെ സഭയുടെ തുടക്കം, അതിന്റെ ചരിത്രം. 18-ലും ഉണ്ട് അല്പമായിട്ട്, 19-ലാണ് കൃത്യമായിട്ടുള്ളത്. പൗലോസ് അവിടെ ചെല്ലുന്നു, ശിഷ്യന്മാരെ കാണുന്നു, അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവർ പറഞ്ഞില്ല, ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല അങ്ങനെയൊന്ന്. അപ്പോൾ ചോദിക്കുന്നു, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? മാനസാന്തര സ്നാനം അഥവാ യോഹന്നാന്റെ സ്നാനം. അപ്പൊ യോഹന്നാന്റെ സ്നാനമേറ്റവർ ഏതാണ്ട് എല്ലാവരും തന്നെ യഹൂദന്മാരായിരുന്നു. അതുകൊണ്ട് ഈ 12 പേർ ശിഷ്യന്മാരെന്ന പേരിൽ ഉണ്ടായിരുന്നവർ യഹൂദന്മാരായിരുന്നുവെന്ന് നമുക്ക് കണക്കാക്കാം. പക്ഷെ പിന്നീട് സഭയിലേക്ക് വന്നവർ ഭൂരിപക്ഷവും ജാതികളായിരുന്നു. മന്ത്രവാദ പുസ്തകങ്ങളൊക്കെ കത്തിച്ചു കളഞ്ഞിട്ട് അർത്തമീസ് മഹാദേവിയുടെ പൂജാരികളായിരുന്നവർ, വിഗ്രഹ നിർമ്മാതാക്കൾ, മന്ത്രവാദികൾ, അങ്ങനെയുള്ളവരാണ് രക്ഷിക്കപ്പെട്ടു വന്നത്. അപ്പോൾ അധികവും എഫെസോ സഭയിൽ ജാതികളിൽ നിന്ന് വന്ന വിശ്വാസികളായിരുന്നു. അവരോടുള്ള ബന്ധത്തിൽ 2:11 കൂടെ ഒന്ന് വായിച്ചാട്ടെ. 2:11 എഫേസ്യർ തന്നെ. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. മുമ്പേ നിങ്ങൾ പ്രകൃതിയാൽ ജാതികളായിരുന്നു. ജഡത്തിൻ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ എന്ന് വെച്ചാൽ യഹൂദന്മാരാൽ, പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. യഹൂദന്മാരാൽ നിങ്ങൾ എന്ത് വിളിക്കപ്പെട്ടിരുന്നു? അഗ്രചർമ്മക്കാർ. അപ്പോൾ ജഡത്തിന് കയ്യാലുള്ള പരിച്ഛേദനയാൽ പരിച്ഛേദനയേറ്റ പരിച്ഛേദനക്കാർ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ യഹൂദന്മാർ. യഹൂദന്മാരാൽ പരിച്ഛേദന ഏൽക്കാത്ത നിങ്ങളെ അഗ്രചർമ്മക്കാർ എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ അവിടെ വ്യക്തമാണ് ജാതികളോടാണ് പൗലോസ് സംസാരിക്കുന്നത്. ജാതികൾ എന്ന് പറഞ്ഞാൽ ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെട്ട ജെന്റൈൽ ക്രിസ്ത്യൻസ് എന്നവരെ വിളിക്കും. അപ്പോഴാണ് എഫേസ്യ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ സഭ എന്ന മർമ്മത്തെക്കുറിച്ച് പറഞ്ഞത്. സഭ എന്ന മർമ്മത്തെക്കുറിച്ച്, ആ മർമ്മത്തെപ്പറ്റി പൗലോസ് പറയുകയാണ്. എന്താ അത്? അതോ സഭ എന്ന മർമ്മമോ? അതാണ് 6-ാം വാക്യത്തിലെ അതോ. മനസ്സിലായോ? ഇംഗ്ലീഷിൽ എങ്ങനെ 6-ാം വാക്യം തുടങ്ങുന്നേ? This mystery is that the Gentiles are fellow. This mystery is that. അവിടെ ഇംഗ്ലീഷിൽ അങ്ങ് വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. അതോ എന്നൊരു പദം ഇംഗ്ലീഷിൽ ഇല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് അങ്ങ് വിവരിച്ചു കൊടുത്തത്. മലയാളത്തിൽ അതോ, ഇപ്പം 5-ാം വാക്യം വരെ പറഞ്ഞ കാര്യത്തെ ഈ അതോ കൊണ്ട് വിശദമാക്കാം. അതോ എന്ന് വെച്ചാൽ ഈ പറയപ്പെട്ട 5-ാം വാക്യത്തിൽ പറഞ്ഞ മർമ്മം, മർമ്മമോ എന്താണ്? ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ, ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ 3 കാര്യങ്ങളാകണം. 1, കൂട്ടവകാശികൾ, ഏകശരീരസ്ഥർ, പിന്നെ വാഗ്ദത്തത്തിൽ പങ്കാളികൾ. അതിലെ ഏകശരീരസ്ഥർ എന്നുള്ള 2-ാമത്തെ ഭാഗം തൽക്കാലം നമുക്കൊന്ന് മടക്കി വെക്കാം. 1, 3 എടുത്താൽ അർത്ഥം ഏതാണ്ട് ഒന്ന് തന്നെ. ജാതികളെ സുവിശേഷത്താൽ യേശു ക്രിസ്തുവിലേക്ക് വിളിച്ചത് എന്തിനാണ്? ദൈവത്തിൻ്റെ വിളിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട
വാഗ്ദത്തത്തിന്റെ അവകാശികളായിരുന്ന യഹൂദരുമായി, ഇസ്രായേല്യരുമായി അവരെ എന്ത് ചെയ്യണം? കൂട്ടവകാശികളാക്കി തീർക്കണം, വാഗ്ദത്തത്തിന് പങ്കാളികളാക്കി തീർക്കണം. 2:13 ഒന്നും കൂടെ നമുക്ക് വായിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതാണ് എങ്കിലും 2:13. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. 12 കൂടെ വായിച്ചേട്ടാ. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധം ഇല്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും തൽക്കാലം മതി. അതിൽ നിന്ന് 2 കാര്യങ്ങൾ, 12-ാം വാക്യത്തിൽ നിന്ന് 2 കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നു. അക്കാലത്ത്, ജാതികളായിരുന്ന കാലത്ത്, അഗ്രചർമ്മക്കാരെന്ന് വിളിക്കപ്പെട്ടിരുന്ന കാലത്ത് നിങ്ങളായിരുന്ന പല കാര്യങ്ങളുണ്ട്. അത് 2 കാര്യങ്ങൾ. ഒന്ന്, ഇസ്രായേൽ പൗരതയോട് നിങ്ങൾക്ക് ബന്ധമില്ലായിരുന്നു. 3:6. ഇപ്പോൾ പക്ഷെ എന്ത് സംഭവിച്ചു? സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ നിങ്ങൾ ഏക ശരീരസ്ഥരായി. ആരോട്? വാഗ്ദത്തത്തിന്റെ ജനതയായ, തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയായ, ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് വിളിക്കപ്പെടുന്ന ഇസ്രായേലുമായി. വിഷയം വിട്ടു പോകുന്നില്ലല്ലോ. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ. ആരോടാണ് നമ്മുടെ ഓഹരി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഉത്തരം 2 ഉത്തരം നമ്മുടെ ഇടയിൽ വന്നു. 2 ഉത്തരങ്ങളും ശരി തന്നെ. അതിൽ ആദ്യത്തേത് നമ്മൾ എടുക്കുന്നു. വിശുദ്ധന്മാരുമായി നമ്മൾ വിളിയുടെ അനുഗ്രഹങ്ങൾക്ക്, വിളിയുടെ അവകാശങ്ങൾക്ക് പങ്കാളികൾ. 2ാമത്തേത് ക്രിസ്തുവുമായി എന്നും നമുക്ക് മനസ്സിലാക്കാം. അതിൽ നമ്മൾ 1ാമത്തേത് ഇപ്പം നോക്കുന്നത്. ഇത്രയും വ്യക്തമാണല്ലോ? കൺഫ്യൂഷൻ ഒന്നുമില്ല ആർക്കും? മൗനം ഒന്നും ഇല്ല എന്ന് ഞാൻ അങ്ങ് ഗ്രഹിക്കുക. സ്തോത്രം. അപ്പോൾ നമ്മൾ സ്വർഗീയ വിളി കൊണ്ട് ഓഹരി പങ്കിടുന്നത് ആരുമായിട്ടാണ്? വിശുദ്ധന്മാരുമായിട്ട്. ആ വിശുദ്ധന്മാർ എന്നുള്ളതിന് 2 തട്ടുണ്ട്. ഒന്ന്, ഇസ്രായേൽ എന്ന പഴയ നിയമ വിശുദ്ധന്മാർ. 2, വിളിക്കപ്പെട്ട സകല പുതിയ നിയമ വിശുദ്ധന്മാർ. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് പഴയ നിയമ ഇസ്രായേൽ എന്ന വിശുദ്ധന്മാരുമായി നമുക്കുള്ള പങ്കിനെ കുറിച്ചാണ്. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിന് മുമ്പ്, യേശുക്രിസ്തുവിൽ നാം ആയിത്തീരുന്നതിനു മുമ്പ് നമുക്ക് ഇസ്രായേൽ പൗരതയുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. We had nothing to do with the commonwealth of Israelites. While we were Gentiles, while we had not believed in the gospel, when we were without Christ, we had nothing to do with the commonwealth of Israel. But now, in Christ, through the gospel, as per Ephesians 3:6, we become one body with the Old Testament chosen people. Old Testament chosen people. പഴയ നിയമത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ജാതിയുമായി നമുക്ക് സുവിശേഷത്താൽ യേശുക്രിസ്തുവിൽ എന്ത് ലഭിക്കുന്നു? പങ്ക് ലഭിക്കുന്നു. സ്തോത്രം. ദാറ്റ് ഈസ് നോട്ട് ദി അൾട്ടിമേറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് ദി അൾട്ടിമേറ്റ്. അതല്ല ആത്യന്തികം, അതല്ല പരമമായിട്ടുള്ളത്.
പൗലോസ് അതൊരു ഇൻട്രൊഡക്ഷനായി, ഒരു മുഖവുരയായി പറഞ്ഞു വരുന്നേ ഉള്ളൂ. സ്തോത്രം. ചിലപ്പോൾ സംശയം കാണാം, ഇസ്രയേലുമായിട്ടാണോ ഈ പറയുന്നതെന്ന്. 13-ാം വാക്യം ഒന്നും കൂടെ വായിച്ചു. ഇനി 2:13 എഫേസ്യർ 2:13. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. എന്നിട്ട് അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ഇരുപക്ഷത്തെയും ഒന്നാക്കി. കുറച്ചു ദിവസം മുമ്പും ഇതേ ചോദ്യം ആരോ നമ്മുടെ ഇടയിൽ ചോദിച്ചിരുന്നു, ഈ രണ്ട് പക്ഷം ആരാണെന്ന്. ഈ ഇരുപക്ഷത്തെയും ഒന്നാക്കി, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. സ്തോത്രം. ആരെയാ ഈ രണ്ട് പക്ഷത്തെയും ഇരുപക്ഷത്തെയും ഒന്നാക്കി എന്ന് പറയുന്നത്? 11-ാം വാക്യം മുതൽ ആരുമായിട്ടുള്ള ബന്ധത്തിലാ കമ്പയർ ചെയ്ത്, താരതമ്യം ചെയ്ത് പറഞ്ഞു വരുന്നേ? ജ്യൂസ്, ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട. അങ്ങനെയാണ് യേശു ക്രിസ്തുവിൽ ജാതികളെയും യഹൂദനെയും എന്ത് ചെയ്തു? ഒന്നിപ്പിച്ചു. സ്തോത്രം. പക്ഷേ യഹൂദനെയും ജാതിയെയും മാത്രം ഒന്നിപ്പിച്ചതല്ല അവിടുത്തെ വിഷയം. അതാ ഞാൻ പറഞ്ഞത്, അൾട്ടിമേറ്റ്, ആത്യന്തികമായിട്ടും ആ രമ്യത ദൈവവും മനുഷ്യനും തമ്മിലാണ്. ആ രണ്ടർത്ഥവും അവിടെ ഉണ്ട്. അപ്പോൾ ഒന്നാം ഭാഗം ഇസ്രായേലുമായി നമുക്ക് ഒരു ബന്ധം, ഇസ്രായേൽ ജാതിയുമായി. ജാതി എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വർഗം എന്നതുകൊണ്ടല്ല, വാഗ്ദത്ത സന്തതി, ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന നിലയിലാണ്. സ്തോത്രം. തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന നിലയിൽ. ഇപ്പൊ കണ്ടോ, ഇസ്രായേലിന്റെ പൗരത്വവുമായി, ഇസ്രായേലുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതിരുന്ന നമ്മെ ക്രിസ്തുവേശുവിൽ ഏക ശരീരസ്ഥരാക്കി. 2, വാഗ്ദത്തങ്ങൾക്ക് നമ്മൾ ആരായിരുന്നു? നേരത്തെ 12-ാം വാക്യത്തിൽ വായിച്ചു, 2:12 വായിച്ചു, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് നമ്മൾ അന്യരായിരുന്നു. We were aliens and strangers for the promises of the covenant. Promises of the covenant. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് നമ്മൾ അന്യരായിരുന്നു. പക്ഷെ ഇപ്പോഴോ 3:6 നമ്മൾ കണ്ടു, വാഗ്ദത്തത്തിൽ പങ്കാളികളാക്കി. സ്തോത്രം. വാഗ്ദത്തത്തിൽ പങ്കാളികളാക്കി. ഇസ്രായേലിന് ലഭിച്ച വാഗ്ദത്തം എന്താ? എന്തിന്റെ വാഗ്ദത്തമാ? The utmost promise Israelites received ഒരു Is it promised land? Okay, promised land. Canaan. Okay. Yeah, Canaan അഥവാ promised land. God will be the portion. Pardon? That God will be their portion. God will be, no, that was, of course, that was there, but that was not that much explicit. Okay. Of course, it is there. It is there. Messiah. Messiah. Of course, Messiah. One more thing. Blessings of Abraham. Blessings of
Abraham, yes, certainly there. But that exact promise was these two, Messiah and a promised land. Then along with that promised land, yeah, എട്ടിച്ചാൻ എന്താ പറയാണെന്ന് തോന്നുന്നു. അല്ലയോ? അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ ദേശം, നോട്ട് സൺഷിപ്പ്. ആ സൺഷിപ്പിനകത്ത് ഈ അബ്രഹാമിന്റെ വാഗ്ദത്തത്തിൽ വരുന്നതാണ് ആ സൺഷിപ്പ്. ദേശവും സന്തതിയും അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ്. അത് ഇസ്രായേലിനുണ്ട്. അതിനോട് ചേർത്ത് ഇപ്പം നമ്മൾ പഠിക്കുന്ന എബ്രായ ലേഖനം 3-4 അധ്യായങ്ങൾ വെച്ച് നോക്കിയാൽ ഒരു സ്വസ്ഥതയുടെ വാഗ്ദത്തം. 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അത് കുറെ കൂടെ വ്യക്തമാകും. ശബത്തനുഭവം, സ്വസ്ഥതയുടെ വാഗ്ദത്തം. ഈ വാഗ്ദത്തങ്ങൾക്ക് മശിഹായുടെ, പിന്നെ വാഗ്ദത്ത ദേശത്തെത്തിയ മാത്രം പോരാ, അവർക്ക് അവിടെ എന്തും കൂടെ ലഭിക്കണമായിരുന്നു, സ്വസ്ഥത. ഈ വാഗ്ദത്തങ്ങൾക്കൊക്കെ ജാതികളായ നമ്മൾ പങ്കാളികളായിരുന്നോ? അല്ല. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് നാം എല്ലാവരും അന്യരായിരുന്നു. ഇതൊന്നും ക്ലെയിം ചെയ്യാൻ ഇതൊന്നും നമുക്ക് പറ്റില്ലായിരുന്നു. യേശു കർത്താവ് പോലും ആ സുറഫോയിക്കാരത്തി സ്ത്രീയോട് ആ കാര്യം പറഞ്ഞു. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമോ? സ്തോത്രം. എന്നാൽ ഇന്നോ സുവിശേഷത്തിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ, യേശുക്രിസ്തുവിനെ നമ്മൾ ഏറ്റുകൊണ്ടപ്പോൾ നമ്മൾ ആരായി? വാഗ്ദത്തത്തിൽ പങ്കാളികളായി. സ്തോത്രം. ഇത്രയും പറഞ്ഞതുകൊണ്ട് അഡ്വാൻസ് ആയിട്ടൊരു കാര്യം പറയാം. അല്പം കൂടെ കഴിഞ്ഞിട്ട് പറയേണ്ടതാണ്. എന്നാൽ ഈ വിഷയം ഇങ്ങനെ വന്നതുകൊണ്ട് ഇപ്പോൾ പറയാം. ഈ 3-4 അധ്യായങ്ങളിൽ നമുക്ക് ഇസ്രായേലിന്റെ 2 അനിഷേധ്യ നേതാക്കന്മാരെ കാണാം. മോശയും യോശുവയും. ഇവിടെ എബ്രായ ലേഖനകർത്താവ് പറയുന്നു, യേശു മോശയേക്കാൾ വലിയവൻ, യേശു യോശുവയേക്കാൾ വലിയവൻ. അതെങ്ങനെ? ഇപ്പൊ നമ്മൾ ചിന്തിച്ചതിനോടനുബന്ധിച്ച് ഒന്ന് വന്നാട്ടെ. ഓരോ സെന്റൻസ് പറയാം, ഓരോ വാചകങ്ങൾ. മോശ ഇസ്രായേൽ മക്കളെ കനാനിൽ നിന്ന് മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു, ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. പക്ഷേ അവരെ കനാനിൽ എത്തിക്കാൻ തനിക്ക് സാധിക്കാതെ പോയി. 2, യോശുവ ഈ ജനത്തെ കനാൻ നാട്ടിലെത്തിച്ചു, അല്ലെങ്കിൽ വാഗ്ദത്ത നാട്ടിലെത്തിച്ചു. പക്ഷേ സ്വസ്ഥത വരുത്തിയില്ല. കണ്ടോ? എന്നാൽ യേശുവോ നമ്മെ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, നമുക്ക് വാഗ്ദത്തം നൽകപ്പെട്ടിരിക്കുന്ന സ്വർഗീയ കനാനിൽ, സ്വർഗദേശത്ത് നമ്മെ കൊണ്ട് എത്തിക്കുവാൻ പര്യാപ്തനും കൂടെയാണ്.
അതുകൊണ്ട് അവിടുന്ന് നമുക്ക് മുമ്പേ എവിടേക്ക് പ്രവേശിച്ചിരിക്കുന്നു? സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. യേശു അവിടേക്ക് പ്രവേശിക്കുക മാത്രമല്ല, ഇസ്രായേലിന് വാഗ്ദത്തം ചെയ്യപ്പെട്ടതും യോശുവ കൊടുക്കുവാൻ പരാജയപ്പെട്ടതുമായ ശബത്തനുഭവം, സ്വസ്ഥത, റെസ്റ്റ്, ഇറ്റേണൽ റെസ്റ്റ് യേശുക്രിസ്തു നമുക്ക് നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് എബ്രായർ 2:10 നമ്മൾ വായിച്ചത്, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. സ്തോത്രം. കണ്ടോ, മോസസ് got Israelites out of Egypt, but he failed to enter them into the promised land. Whereas Jesus Christ, he brought us out of the bondage to sin, Satan, decay, death, fear of death, wrath of God, so on. He not only brought us out, but he also takes us to the promised land. And therefore, he has already, as a forerunner, entered into that promised land. Joshua, he led the people into the promised land, but he failed to grant them rest as was promised. But Jesus, not only taking us into the promised land, he also will grant us eternal rest, as Hebrews 2:10 says, leading many sons to glory, to majesty. വ്യക്തമാണോ ഇതുവരെ ഉള്ളത്? സ്തോത്രം. ഇപ്പോൾ സുവിശേഷത്താൽ യേശുക്രിസ്തുവിൽ ജാതികളായ നമുക്ക് ലഭിക്കുന്ന 3 അവസ്ഥകൾ, ഇതാണ് സഭയെന്ന് പറയുന്നത്. സഭയുടെ നിർവചനമാ എഫേസ്യർ 3:6. അവിടെയാണ് നാം കാണുന്നത്, ജാതികളായ നാം സുവിശേഷത്താൽ യേശുക്രിസ്തുവിൽ 3 കാര്യങ്ങൾ. 1, വാഗ്ദത്തത്തിൽ പങ്കാളികളാകണമെന്ന് എന്നുള്ളത് തന്നെ. വാഗ്ദത്തത്തിൽ പങ്കാളികളാകണം. 2, സുവിശേഷത്തിൽ നാം അവന്റെ ശക്തിയുടെ വ്യാപനപ്രകാരം എനിക്ക് ലഭിച്ച കൃപാ ശുശ്രൂഷകനായി. അല്ല 3:6 പറയുന്നത്, 3:6 പറയുന്നത് യേശുക്രിസ്തുവിൽ നാം കൂട്ടവകാശികളാകണം. 3-ാമത്തേതാണ് ഇടയിൽ പറയുന്നത്, ഏക ശരീരസ്ഥരാകണം. സ്തോത്രം. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ആദ്യഘട്ടത്തിൽ ആരുമായിട്ടാ? ആരോടാ ഈ പങ്കാളിത്തമെല്ലാം? ഇസ്രായേലുമായിട്ട്. ഇസ്രായേൽ എന്ന അക്ഷരീക ജാതി അല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, വാഗ്ദത്തത്തിന്റെ ജനത എന്നർത്ഥത്തില്ല. നമ്മളാരും ഇസ്രായേൽ പാസ്പോർട്ട് വാങ്ങാൻ പോകുന്നവരല്ല. ആ നിലയിൽ അതിനെ ചിന്തിക്കരുത്. അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങളെന്ന് പറയുന്നതും ഭൗതികമല്ലെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്.
ഗലാത്യർ 3-ാം അധ്യായത്തിൻ്റെ 6-ഉം 7-ഉം ഒക്കെ വാക്യങ്ങളെ വെച്ചുകൊണ്ട്. അപ്പോൾ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ എന്ന് പറയുമ്പോൾ ഒന്നാമത് നമുക്ക് പങ്കാളിത്വം ഇസ്രായേലുമായിട്ട്, ഇസ്രായേലിയുമായ ഈ അനുഗ്രഹങ്ങളുമായിട്ട്. സ്തോത്രം. അതിൻ്റെ രണ്ടാമത്തെ തലമാണ് നമുക്ക് സ്വർഗീയ വിളിക്ക് ഓഹരി ലഭിച്ചപ്പോൾ അത് ആരുമായിട്ടാ? കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ. സ്തോത്രം. അവിടെ നാം കാണുന്നത് ഇസ്രായേൽ എന്ന ഒരു ജാതിയോ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന ഒരു സമൂഹവുമായിട്ടുള്ള ബന്ധമല്ല, പിന്നെ വിളിക്കപ്പെട്ട സകല വിശുദ്ധന്മാരുമായി. സ്തോത്രം. സകല വിശുദ്ധന്മാരുമായി. എനിക്ക് വളരെ ആ വിഷയത്തിൽ രോമാഞ്ചം വരുത്തുന്ന ഒരു പ്രയോഗമാണ് പത്രോസ് പറയുന്നത്. 2 പത്രോസ് 1-ന്റെ 1-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക്. എനിക്കത് വിവരിക്കാൻ മിക്കവാറുമൊക്കെ ഞാൻ പറയുന്ന പോലെ ഉള്ളിൽ ബോധമുണ്ട്, പറയാൻ വയ്യ. പക്ഷെ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ച നിങ്ങൾക്ക്. സ്തോത്രം. നോ ഡിസ്ക്രിമിനേഷൻ, no upper class and lower class in Christian faith, no superiority and inferiority in Christianity. സ്തോത്രം. ഭൗതിക തലങ്ങളിൽ സൗന്ദര്യം, വിദ്യാഭ്യാസം, ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. കുടുംബം, നിറം, സർനെയിം, ഇതിനൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. പക്ഷേ ക്രിസ്തുവിൽ നമ്മൾ ആരായിത്തീരുന്നു എന്നാണ് ഇപ്പൊ കണ്ടത്? ഏക ശരീരസ്ഥരായിട്ട് തീരുന്നു. ഒറ്റ ശരീരത്തിൻ്റെ അവയവങ്ങളായി നമ്മൾ മാറുന്നു. അതിനാ തിരുവത്താഴമൊക്കെ നമ്മൾ ഒറ്റ അപ്പത്തിൽ നിന്ന് കഴിക്കുന്നത്, ഒറ്റ പാനപാത്രത്തിൽ നിന്ന് പകരുന്നത്. സ്തോത്രം. ഏക ശരീരസ്ഥർ. ഏക ശരീരസ്ഥർ. അതിൽ സ്തോത്രം. അതിൽ പത്രോസ് പറയുന്നത് കേട്ടോ, ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ച നിങ്ങൾക്ക്. അപ്പം പൗലോസിനും പത്രോസിനും യേശുവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർക്കും ഒക്കെ ലഭിച്ച അതേ വിശ്വാസമാണ് നമുക്കും നൽകപ്പെട്ടിരിക്കുന്നത്. ഏറ്റക്കുറച്ചിലുകൾ ഇല്ല. അവർക്ക് ഇച്ചിരി കൂടുതലും നമുക്കിമ്മിണി കുറവും ഇല്ല. അവർക്ക് ലഭിച്ചത് തന്നെ. യെസ്, ഈക്വൽ പ്രിവിലേജ്. സ്തോത്രം. രണ്ട് തരം പൗരന്മാർ ദൈവരാജ്യത്തിലില്ല. ദൈവത്തിൻ്റെ വിലയേറിയ ദാസന്മാരും ശ്രേഷ്ഠദാസന്മാരും വെറും ദാസന്മാരും
അതൊക്കെ നമ്മൾ കൊണ്ടുവന്ന കുറച്ച് പദപ്രയോഗങ്ങളാണ്. സ്തോത്രം. നമ്മളെല്ലാവരും ശ്രേഷ്ഠ ഇടയനായ കർത്താവിൻ്റെ കൈക്കലെ ആടുകളാണ്. നമ്മളെല്ലാവരും, പാസ്റ്ററും വിശ്വാസിയും, സൂപ്രണ്ടന്റും പ്രസ്ബിറ്ററും ലോക്കൽ പാസ്റ്ററും ഓവർസിയറും ജനറൽ ഓവർസിയറും ജനറൽ പ്രസിഡന്റും സ്റ്റേറ്റ് പ്രസിഡന്റും ഇവരെല്ലാവരും ശ്രേഷ്ഠ ഇടയന്റെ കൈക്കലെ ആടുകളാണ്. സ്തോത്രം. ദൈവത്തിന് മക്കള് മാത്രമേ ഉള്ളൂ. ഒരേ പദവി. സ്തോത്രം. അപ്പോൾ സകല വിശുദ്ധന്മാരോടും കൂടെ നമുക്ക് പങ്ക് തന്ന ദൈവത്തിന് സ്തോത്രം. വിളിക്കപ്പെട്ട എല്ലാവർക്കും ദൈവം ഒരേ പങ്കാണ് തരുന്നത്. പ്രതിഫലത്തിന് വ്യത്യാസമുണ്ട്. പ്രതിഫലത്തിന് വ്യത്യാസമുണ്ട്. അതെന്താ? അപ്പോൾ അവിടെ ചിറ്റമ്മ നയമാണോ? സ്തോത്രം. നമ്മൾ പണ്ട് പറഞ്ഞൊരു കാര്യം ആവർത്തിച്ചോട്ടെ. സാൽവേഷൻ ഈസ് ക്വയറ്റ് ഫ്രീ ഗിഫ്റ്റ്, ബട്ട് റിവാർഡ് ഇൻ wages. Yes. ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന രക്ഷ നമുക്കെല്ലാവർക്കും അതിൻ്റെ പദവി ഒന്ന് തന്നെയാണ്. ആർക്കും ഏറ്റക്കുറച്ചിലില്ല. ഏറ്റക്കുറച്ചിൽ പ്രതിഫലത്തിനേ ഉള്ളൂ. അതെന്തുകൊണ്ടാ? പ്രതിഫലം കൂലിയായിട്ടാണ് കണക്കിടുന്നത്. കൂലി കിട്ടണമെങ്കിൽ വേല ചെയ്യണം. അപ്പം ഓരോരുത്തരും അധ്വാനിച്ചതിനനുസരിച്ച് പ്രതിഫലത്തിൽ വ്യത്യാസമുണ്ട്. കഷ്ടം സഹിച്ചതനുസരിച്ച്, സുവിശേഷത്തിന് വേണ്ടി ചിലവിട്ടതനുസരിച്ച് ഒക്കെ പ്രതിഫലത്തിന് വ്യത്യാസം വരും. പക്ഷേ കർത്താവ് നമുക്ക് വിളിച്ചു തന്ന രക്ഷയ്ക്ക്, ആ പദവിക്ക് എന്തില്ല? വ്യത്യാസങ്ങളില്ല. നാം എല്ലാവരും ഒരേ അവകാശത്തിനായി വീണ്ടും ജനിപ്പിക്കപ്പെട്ടവരാണ്. ഇസ്രായേൽ മക്കൾ മോശ കഴിച്ച മന്ന എന്തെങ്കിലും സുപ്പീരിയർ ആയിരുന്നോ? അല്ല. മോശ കഴിച്ച അതേ മന്നയാണ് മത്സരിയായ കോരഹനും ലഭിച്ചത്. സ്തോത്രം. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ മേഘത്തിൻ്റെ തണൽ, അഗ്നിത്തൂണിൻ്റെ വെളിച്ചം, സംരക്ഷണം എല്ലാം ഇവർക്കെല്ലാം ഒരേപോലെയായിരുന്നു. സ്തോത്രം. കണ്ടോ? ആ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ ആരുമായി? സകല വിശുദ്ധന്മാരുമായി നാം പങ്കാളികളാണ്. അടുത്തതാണ് നമുക്ക് ഈ സ്വർഗീയ വിളിയുണ്ട് ലഭിച്ച ഓഹരി ആരോടൊപ്പമാ? നമ്മുടെ കർത്താവിനോടൊപ്പം. സ്തോത്രം. ക്രിസ്തുവിന് നമ്മൾ കൂട്ടവകാശികളെന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൽ 15, 16, 17 വാക്യങ്ങളിൽ വായിക്കുന്നു. ക്രിസ്തുവിനോട് കൂട്ടവകാശികൾ.
സ്തോത്രം. കൂട്ടവകാശികൾ. അപ്പോൾ നമ്മളെ സ്വർഗീയ വിളി കൊണ്ട് ക്രിസ്തുവിനോടും പങ്കിടുന്നവരാക്കി തീർത്തു. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ. ഇന്നലെയും നമ്മൾ ആ വാക്യം 2 തെസ്സലോനിക്കർ 2:14 നിന്ന് കണ്ടു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഫിലിപ്പിയർ 3:21 നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള, ഞാൻ കൂട്ടിച്ചേർക്കുന്നു, ഈ ശരീരങ്ങളെയും ക്രിസ്തു എന്ത് ചെയ്യും? തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഏതിനോട്? തൻ്റെ മഹത്വമുള്ള ശരീരത്തോട്. അപ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്ന പങ്കാളിത്വം ആരോടാണ്? ക്രിസ്തുവിനോട്. വെളിപ്പാട് 3-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ യേശു കർത്താവ് ലവോദിക്യ സഭയോട് പറയുന്നുണ്ട്, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ സിംഹാസനത്തിലിരിക്കുവാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ഇപ്പൊ ഇവിടെയെല്ലാം നമുക്ക് ലഭിക്കുന്ന പങ്കാളിത്വം ക്രിസ്തുവിനോടാണ്. അതാണ് ഇവിടെ പറയുന്നത്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. സ്വർഗീയ വിളിയാൽ നമുക്ക് ലഭിക്കുന്ന ഓഹരി, നമുക്ക് ലഭിക്കുന്ന പങ്കാളിത്വം പ്രധാനമായും 2 തലങ്ങളിൽ. 1 വിശുദ്ധന്മാരോട്, 2 ക്രിസ്തുവിനോട്. വിശുദ്ധന്മാരോട് എന്നതിനെ പിന്നെയും നമ്മൾ 2ആയിട്ട് പഠിച്ചു. പഴയ നിയമ ഇസ്രായേലിയ പൗരത്വവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനോട് നമ്മൾ ഏക ശരീരസ്ഥരായി തീരുന്നു. നടുച്ചുവരിനെ, വേർപാടിൻ്റെ നടുച്ചുവരിനെ ഇടിച്ചു കളയുന്നു, നമ്മെ ഒന്നാക്കി തീർക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഇനിയും ആരെയും ജഡം കൊണ്ട് ഞാൻ അറിയുന്നില്ല. സ്തോത്രം. ക്രിസ്തുവിൽ യഹൂദനെന്നും യവനനെന്നും പുരുഷനെന്നും സ്ത്രീയെന്നും ഇല്ല, എല്ലാവരും തത്തുല്യരാണ്. സ്തോത്രം. ഫങ്ഷണൽ ഡിഫറൻസസ് ഉണ്ടേ. സ്തോത്രം. അതല്ലാതെ ദൈവസന്നിധിയിൽ പദവിയിൽ വ്യത്യാസങ്ങളില്ല. അങ്ങനെ നമ്മെ, സ്തോത്രം, ഈ വിശേഷമായ വിളി കൊണ്ട് വിളിച്ച് ഇസ്രായേലിനോടും എക്കാലവും വിളിക്കപ്പെടുന്ന സകല വിശുദ്ധന്മാരോടും കൂടെ പങ്കു തന്ന് നിത്യതയിൽ നമ്മുടെ കർത്താവിനോട്, സ്തോത്രം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് പങ്കാളിത്വം തന്ന ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. അതിനാണ് നമ്മുടെ കർത്താവ് താണഭൂമിയിൽ വന്നതും നമ്മുടെ പാപങ്ങളെ തൻ്റെ മേൽ ഏറ്റുകൊണ്ട് ക്രൂശിൽ മരിച്ചതും. കർത്താവ് നമ്മെപ്പോലെ ആയതുകൊണ്ട് നമുക്കും അവനെപ്പോലെയാകാം. ആ സമർപ്പണത്തോടെ നമുക്ക് മുൻപോട്ട് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.